ഇക്കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നടന്ന മാവോയിസ്റ്റ് വേട്ടയിൽ 27 മാവോയിസ്റ്റുകളെ വധിച്ച ധീര ജവാന്മാർക്ക് ആരതിയൊഴിഞ്ഞ് ആദരവ് നൽകി നാട്ടുകാർ. കുറേയധികം മാസങ്ങളായി മാവോയിസ്റ്റുകൾക്കുള്ള തിരച്ചിൽ നടത്തിവരികയായിരുന്നു സുരക്ഷാ സേന. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒറ്റയടിക്ക് 27 പേരെ കാലപുരിക്ക് അയക്കാൻ കഴിഞ്ഞതിൽ നാട്ടുകാർ ഉൾപ്പെടെ ആഹ്ലാദത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നാരായൺപൂർ ജില്ലാ ആസ്ഥാനത്ത് ജനങ്ങൾ ഗംഭീര സ്വീകരണമാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത്. ജവാന്മാരെ തിലകം ചാർത്തിയാണ് നാരായൺപൂർ ജില്ലാ പ്രദേശവാസികൾ സ്വാഗതം ചെയ്തിരിക്കുന്നതും. 27 ഭീകരരായ നക്സലുകളെ വധിച്ച ജവാന്മാർ ചരിത്രപരമായ വിജയം നേടിയിരിക്കുകയാണ്. തലയ്ക്ക് 13.5 കോടിയോളം പാരിതോഷികം പ്രഖ്യാപിച്ച മാവോയിസ്റ്റുകളെയാണ് സുരക്ഷാ സേന വധിച്ചിരിക്കുന്നത്. അബുജമത് പോലുള്ള ആ ഒരു പ്രദേശങ്ങളിലെ നക്സലിസത്തിന്റെ വേരുകൾ വേരോടെ തന്നെ പിഴുതെറിയപ്പെട്ടു എന്നതാണ് മറ്റൊരു വസ്തുത. കനത്ത മഴ ഉണ്ടായിട്ട് പോലും അതൊന്നും തന്നെ വകവെക്കാതെയായിരുന്നു നാട്ടുകാരുടെ ആഘോഷം നടത്തിയതും. പ്രദേശവാസികളോടൊപ്പം തന്നെ ജവാന്മാരും നൃത്തം ചെയ്യുകയും മധുരം വിതരണം ചെയ്യാനാണ് നാട്ടുകാർ ജവാന്മാർക്ക് അഭിവാദ്യം അർപ്പിച്ചിരിക്കുന്നതും. രാത്രി മുഴുവൻ നൃത്തം ചെയ്യുകയും പാട്ടുപാടിയും DRG സൈനികർ തങ്ങളുടെ വിജയം ആഘോഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സൈനികർ റോഡിലിറങ്ങി തന്നെ ഭാരത് മാതാ കി ജയ് മുഴക്കുകയും ചെയ്തു. അതേസമയം ധീര ജവാന്മാരുടെ ഈ പോരാട്ടത്തെ കേന്ദ്രമന്ത്രി അമിത് ഷാ പ്രശംസിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: നക്സലിസത്തെ ഉന്മൂലനം ചെയ്യാനുള്ള പോരാട്ടത്തിലെ നാഴികക്കല്ലായ നേട്ടം. ഇന്ന് ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ നടന്ന ഒരു ഓപ്പറേഷനിൽ നമ്മുടെ സുരക്ഷാ സേന 27 ഭയാനകമായ മാവോയിസ്റ്റുകളെ നിർവീര്യമാക്കി. നമ്പാല കേശവ റാവു CPI മാവോയിസത്തിന്റെ ജനറൽ സെക്രട്ടറി, നക്സൽ പ്രസ്ഥാനത്തിന്റെ നട്ടെല്ല് എന്ന് വിളിക്കുന്ന ബാസവരാജു, നക്സലിസത്തിനെതിരായ ഭാരതത്തിന്റെ 3 പതിറ്റാണ്ടിന്റെ പോരാട്ടത്തിനിടെ ഇതാദ്യമായാണ് ജനറൽ സെക്രട്ടറി റാങ്കിലുള്ള ഒരു നേതാവിനെ നമ്മുടെ സൈന്യം നിർവീര്യമാക്കുന്നത്. ഈ വലിയ മുന്നേറ്റത്തിന് ഞങ്ങളുടെ ധീരമായ സുരക്ഷാ സേനയെയും ഏജൻസികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് പൂർത്തിയാക്കുന്നതിന് ശേഷം ഛത്തീസ്ഗഡ്, തെലങ്കാന, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ 54 നക്സലൈറ്റുകൾ അറസ്റ്റിലാവുകയും 84 നക്സലൈറ്റുകൾ കീഴടങ്ങുകയും ചെയ്തു എന്ന കാര്യം പങ്കുവയ്ക്കുന്നതിൽ സന്തോഷമുണ്ട്. 2026 മാർച്ച് 31 മുൻപ് നക്സലിസം ഇല്ലാതാക്കാനാണ് മോദി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നതായിരുന്നു പോസ്റ്റ് വന്നതും. അതേപോലെ തന്നെ ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിലെ കലേഗുട്ട വനമേഖലയിൽ 21 ദിവസം നീണ്ടുനിന്ന ഓപ്പറേഷനിൽ സുരക്ഷാ സേനകൾ 31 നക്സലുകളെ വധിച്ചിരുന്നു. CRPF ഡയറക്ടർ ജനറലായ GP സിംഗും ഛത്തീസ്ഗഡ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അരുൺ ദേവ് ഗൗതമും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. മാവോയിസ്റ്റ് ഭീഷണിയുടെ അന്ത്യത്തിന്റെ തുടക്കമാണിതെന്നും സുരക്ഷാ സേന വ്യക്തമാക്കുകയാണ് ചെയ്തതും. ഏപ്രിൽ 21 ആരംഭിച്ച 21 ദിവസത്തെ ഓപ്പറേഷൻ അതിൽ 31 മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 28 പേരെ തിരിച്ചറിഞ്ഞതായും സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. തിരിച്ചറിഞ്ഞ നക്സലുകളിൽ തലയ്ക്ക് 1.72 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചവർ വരെയുണ്ട്. ഇവരിൽ നിന്ന് സൈന്യം ആയുധശേഖരം പിടിച്ചെടുക്കുകയും ആയുധങ്ങളും IEDകളും നിർമ്മിക്കാൻ ഉപയോഗിച്ച 4 നക്സൽ സാങ്കേതിക യൂണിറ്റുകൾ നശിപ്പിക്കുകയും ചെയ്തതായും ഛത്തീസ്ഗഡ് പോലീസ് അഡീഷണൽ DG വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 2026 മാർച്ചിന് മുൻപേ തന്നെ ഇന്ത്യയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരത അവസാനിപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വാഗ്ദാനം ചെയ്തതിന് പിന്നാലെയായിരുന്നു ഇത്തരമൊരു ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.